റീസെല്ലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തുനിന്നോ മറ്റ് സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്നോ ലോ കോസ്റ്റിൽ പ്രൊഡക്ട്സ് വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അതൊരു പ്രോഫിറ്റ് ചേർത്തിട്ട് വിൽക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ റീസെല്ലേഴ്സ് എന്ന് പറയുന്നത് സപ്ലയേഴ്സിൻ്റെയും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഇൻ്റർമീഡിയറീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റീസെല്ലേഴ്സിന് പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യേണ്ടയോ ആവശ്യം വരുന്നില്ല. അവർ ജസ്റ്റ് പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അധികവും ബൾക്കിൽ തന്നെ ആയിരിക്കും അവർ സോഴ്സ് ചെയ്യുന്നത്. വേരിയസ് ഇൻഡസ്ട്രീസിന് സോഴ്സ് ചെയ്യാം, അതായത് ഫാഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഹോം ഗുഡ്സ്, അങ്ങനെ ഏത് പ്രൊഡക്റ്റ് കാറ്റഗറീസിൽ നിന്ന് വേണമെങ്കിലും അവർക്ക് സോഴ്സ് ചെയ്യാം. അതിനുശേഷം അവർ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസസ് ആയിട്ടുള്ള ആമസോൺ, ഈബേ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെയൊക്കെ ആയിരിക്കും സെല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീസെല്ലിംഗ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇവർക്ക് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ചില കേസസിൽ, അതായത് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന റീസെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രിയും മാനേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റീസെല്ലിംഗ് ബിസിനസ്സിലെ സക്സസിൻ്റെ കീ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കണ്ടുപിടിക്കുക, അതുപോലെ റൈറ്റ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പ്രൈസ് എഫക്റ്റീവായ രീതിയിൽ സെറ്റ് ചെയ്യുക, സപ്ലയേഴ്സിനായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഈ കാര്യങ്ങളാണ് റീസെല്ലിംഗ് ബിസിനസ്സിൻ്റെ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ റീസെല്ലിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു ഗൈഡാണ്. എങ്ങനെയാണ് ഇത് ഓൺലൈനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഗൈഡ്. റീസെല്ലിംഗ് ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഏത് തരത്തിലുള്ള പ്രൊഡക്ട്സാണ് നിങ്ങൾ സെല് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ നിഷ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള പ്രൊഡക്ട്സാണ് സെല്ല് ചെയ്യേണ്ടത്, റീസെല്ല് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഇത് ഫാഷൻ ഐറ്റംസ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആവാം, ബ്യൂട്ടി പ്രൊഡക്ട്സ് ആവാം, ഈവൻ ഡിജിറ്റൽ പ്രൊഡക്ട്സ് വരെ ആവാം. എപ്പോഴും നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളൊരു നിഷ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായാൽ മാത്രം പോരാ, മാർക്കറ്റിൽ അത്തരം പ്രൊഡക്ട്സ് വാങ്ങാൻ താല്പര്യമുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവണം എന്നുള്ളത് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഡിമാൻഡ് കൂടെ നോക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ താല്പര്യം കൂടെ നോക്കുക. അതായത് മേ ബി ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു ഫീൽഡ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിനോടുള്ള താല്പര്യം കാരണം നിങ്ങൾ ഓൾറെഡി അത്തരത്തിലുള്ള പ്രൊഡക്ട്സിനെ പറ്റി അവെയർ ആയിരിക്കും, അതുപോലെ തന്നെ കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾ വില്ലിങ്ങും ആയിരിക്കും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഭാവിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഇൻഫർമേഷനാണ്. പിന്നെ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാര്യം, അതായത് മാർക്കറ്റ് എങ്ങനെയാണ്, മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ട്രെൻഡ്സ് പോലെയുള്ള ടൂൾസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആമസോണിലെ ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ പേജ് നോക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തന്നെ നമ്മളൊന്ന് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിങ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏത് ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് വിൽക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യലാണല്ലോ. അത് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കണം അത്തരത്തിലുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഇത് സെല് ചെയ്യുന്ന സപ്ലയേഴ്സിനെ നോക്കാവുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് അലിബാബ പോലെയുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ പോലെയുള്ള വെബ്സൈറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ആണ്. ഇനി നിങ്ങൾക്ക് ഇൻവെൻട്രി സ്റ്റോക്കൊന്നും കയ്യിൽ വെക്കാതെയാണ് സെല് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സപ്ലൈസിനെ വേണം നോക്കാനായിട്ട്. ഇതിനായിട്ട് ഒബേർലോ അല്ലെങ്കിൽ അലി എക്സ്പ്രസ്, സെയിൽ ഹൂ പോലെയുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലയേഴ്സിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റ്സിൽ നിന്ന് യുണീക്കായിട്ടുള്ള പ്രൊഡക്ട്സ്, നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് അവിടെ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യുണീക്കായിട്ട് നിങ്ങൾക്ക് സോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ആർട്ടിസൻസിനെ നോക്കാം. അങ്ങനെ അവരുടെ അടുത്തുനിന്ന് പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് ഹയർ മാർജിനിൽ നിങ്ങൾക്ക് അത് സെല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒന്നല്ലെങ്കിൽ ഹോൾസെയിൽ സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് മുഖാന്തരം, അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റ്സിൽ നിന്ന്. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓൺലൈനായിട്ട് ഒരു സ്റ്റോർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ് നിങ്ങൾ പ്രൊഡക്ട്സ് റീസെല് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് മേ ബി നിങ്ങൾക്ക് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് റീസെല്ലിംഗ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങാം, ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷോപ്പിഫൈയുടെ ഒരു ഓൺലൈൻ സ്റ്റോർ എടുക്കുക, അല്ലെങ്കിൽ വൂകൊമേഴ്സിൻ്റെ ഒരു സ്റ്റോർ എടുക്കുക, ബിഗ് കൊമേഴ്സിലൊരു സ്റ്റോർ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓൺലൈൻ സ്റ്റോർ നിങ്ങളുടേതായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് സെല് ചെയ്യാവുന്നതാണ്. ഇനി ഓൺലൈനായിട്ട് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ, എക്സി ഒക്കെ പോലെയുള്ള ഓൾറെഡി ലാർജ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസിലുള്ള പ്ലാറ്റ്ഫോംസിൽ
അത്തരത്തിലുള്ള മാർക്കറ്റ് പ്ലേസസിലൂടെ സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് പ്ലേസസിലൂടെയാണ് സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്സ് ക്രിയേറ്റ് ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസ് കൊടുക്കുക. നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസും സെറ്റ് ചെയ്യുക. ഇങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ ലിസ്റ്റിങ്സ് കൂടുതൽ പേരിലേക്ക് അത് എത്താനുള്ള ചാൻസസ് അധികമാണ്. ആളുകളത് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസസ് അധികമാണ്. കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റിങ്സ് SEO ഒപ്റ്റിമൈസ്ഡ് ആണെന്നും കൂടെ ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാലാമതായിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യലാണ്. അതായത് നിങ്ങൾക്കൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേര് അല്ലെങ്കിൽ ലോഗോ അല്ലെങ്കിൽ ബ്രാൻഡ് കളേഴ്സൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബ്രാൻഡ് മറ്റ് ബ്രാൻഡ്സിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, അത് ആളുകൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾ മാർക്കറ്റ് പ്ലേസസിലൂടെ ഒന്നും അല്ല സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈൽ റെസ്പോൺസീവ് ആയിട്ടുള്ളതും അതുപോലെ സെക്യൂർ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ ചെയ്യാവുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, പിൻട്രസ്റ്റിലൊക്കെ നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈവൻ ദോ നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റിലൂടെയാണ് സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പ്രസൻസ് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങും പ്രൊമോഷനാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഷോക്കേസ് ചെയ്യാം, പ്രൊമോഷൻസ് റൺ ചെയ്യാം, നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രോഡർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താനായിട്ട് ഇത് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നതാണ് ആദ്യത്തെ ഒരു വഴി. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നിങ്ങളുടെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക, അതുപോലെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്സ് ഒക്കെ റിലവൻറ്റ് കീവേഡ്സ് വെച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെർച്ച് എഞ്ചിൻസിൽ നിങ്ങൾക്ക് വിസിബിലിറ്റി കൂടുതൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് പെയ്ഡ് അഡ്വർടൈസിങ്. നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റഗ്രാം ആഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഒബ്വിയസ്ലി നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള ആഡ്സ് ചെയ്യുന്നതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യമാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. അതായത് നിങ്ങൾക്കൊരു ഇമെയിൽ ലിസ്റ്റ് ബിൽഡ് ചെയ്യാം. അതിനുശേഷം ന്യൂസ് ലെറ്റേഴ്സ് സെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യാം പുതിയ പ്രൊഡക്ട്സിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് ഓഫേഴ്സിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഓർഡേഴ്സ് ഹാൻഡ്ലിങ്ങും അതുപോലെ ഷിപ്പിങ്ങുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഓർഡർ മാനേജ്മെൻറ്റ് ടൂൾസ് ഉപയോഗിക്കാം. എന്തൊക്കെ ഓർഡേഴ്സാണ് വരുന്നത്, പേയ്മെൻറ്റ്സ് എങ്ങനെ വന്നു, ഇൻവെൻട്രി എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെഡെക്സോ അല്ലെങ്കിൽ ബ്ലൂ ഡാർട്ടോ, ഇന്ത്യ പോസ്റ്റോ അങ്ങനെയൊക്കെയുള്ള ഡെലിവറി പാർട്ട്നേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ ഷിപ്പിംഗ് ഓപ്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓർഡേഴ്സ് നിങ്ങൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ട്രാക്കിംഗ് ID പ്രൊവൈഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. എക്സലൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആളുകളുടെ ഇൻക്വയറീസ് ഹാൻഡിൽ ചെയ്യാനും റിട്ടേൺസ് ഹാൻഡിൽ ചെയ്യാനും കംപ്ലയിൻറ്റ്സ് മാനേജ് ചെയ്യാനൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ അടുക്കുന്ന അതൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അതുപോലെ അവർ കൂടുതൽ പർച്ചേസ് ചെയ്യാനായി റിപ്പീറ്റ് പർച്ചേസൊക്കെ ഉണ്ടാവാനായിട്ട് അത് എൻകറേജ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ സെയിൽസ് മോണിറ്റർ ചെയ്യാൻ, വെബ്സൈറ്റിലേക്ക് എത്ര ട്രാഫിക് വരുന്നു എന്നുള്ളത് അറിയാൻ, കസ്റ്റമർ ബിഹേവിയർ മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് അനലിറ്റിക്സ് ടൂൾസ് ഉപയോഗിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വർക്കാവുന്നത് എന്നുള്ളത് നോക്കുക. അതിനുശേഷം ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്നുള്ളതും റിയലൈസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളൊന്ന് സ്ഥിരമായിട്ട് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സെയിൽസ് ബിൽഡ് ചെയ്യാനായിട്ടിത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വൺസ് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മറ്റ് കാറ്റഗറീസിലേക്ക് അല്ലെങ്കിൽ അഡീഷണൽ മാർക്കറ്റ് പ്ലേസസിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നെസസറി ആയിട്ടുള്ള ലൈസൻസ്, അതായത് GST രജിസ്ട്രേഷൻ പോലെയുള്ളതൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ലോഗോ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് സർവീസസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്.